ഏതായാലും ഈ ചർച്ച UDF കേരളത്തിൽ അധികാരത്തിൽ വന്ന 20-ാം ദിവസമാണ്. ആ 20-ാം ദിവസം നടക്കുന്ന ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയുടെ ശരീരഭാഷ നമ്മൾ കണ്ടു. ഇവിടെ ഇൻട്രോയിൽ അടക്കം സൂചിപ്പിച്ചതുപോലെ മെയ് മാസം 19-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് പിറ്റേ ദിവസം സ്വന്തം ഫേസ്ബുക്കിലൂടെ ഇട്ട പോസ്റ്റാണ്. സമര കവാടമെന്ന് വിളിപ്പേരുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വന്തം നമ്പർ 1 കാറിൽ പുറത്തേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് ആ ഗേറ്റ് അടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ആ ഗേറ്റ് എന്നേക്കുമായി അടച്ച വാർത്തയും വരികയാണ്. ഒരാഴ്ച മുമ്പ് കന്റോൺമെന്റ് ഹൗസ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ താമസിച്ച ഹൗസ് ഇപ്പം ഒഴിഞ്ഞിട്ടില്ല, അവിടെയും മാധ്യമപ്രവർത്തകർക്ക് വിലക്കെന്നുള്ള വാർത്തയൊക്കെ വന്നു. ഇതാണോ UDFന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് VD സതീശൻ അടക്കം ജനങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നത്? കഴിഞ്ഞകാല ഗവൺമെന്റ് ചെയ്ത എല്ലാം തെറ്റാണ്. ഈ സമരഗേറ്റ് 2023 കോവിഡ് കാലത്താണ് അടച്ചത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ അത് തുറക്കാറുണ്ട്. പക്ഷെ 10 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഗേറ്റ് തുറന്നു എന്ന് പറഞ്ഞ് എത്ര വലിയ വാർത്തയായിരുന്നു, സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണമായിരുന്നു. അതെത്ര ആഘോഷിച്ചു കോൺഗ്രസ്. എന്ത് ഇത്ര പെട്ടെന്ന് അടയ്ക്കാൻ കാരണം? മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചു തുടങ്ങിയപ്പോൾ അവർക്കെല്ലാം ഇത്ര വിലക്ക് ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം എന്താ ഇവിടെ പറഞ്ഞേ? കൃത്യമായി ടാക്സ് ടെററിസം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 5 കൊല്ലം പ്രചരണം നടത്തിയ ആള് 4 തവണ 8 രൂപ പെട്രോളിന് വില വർദ്ധിച്ചപ്പോൾ നയാ പൈസ കുറച്ചില്ല. മാധ്യമങ്ങൾ ചോദിക്കാൻ പാടില്ല. PM ശ്രീ അതിനെതിരെ പരസ്യമായി അറബിക്കടലിൽ തള്ളുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പൊ PM ശ്രീയിൽ ഒപ്പിടാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. മാധ്യമങ്ങൾ ചോദിക്കും, ജനങ്ങൾ ചോദിക്കും. കടമെടുക്കാതെ ഈ ഖജനാവ് നിറയ്ക്കുന്ന മാന്ത്രിക വിദ്യ എനിക്കറിയാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. 5 കൊല്ലം പ്രചരണം നടത്തി. 1800 കോടി രൂപ കടമെടുത്തു. ഇതിപ്പോ 6800 കോടി രൂപ കടമെടുക്കാൻ പോകുന്നു. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. PSC റാങ്ക് ലിസ്റ്റ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്റെ പോളിസിയാണെന്ന് പറഞ്ഞു. എക്സ്റ്റെൻഡ് ചെയ്ത് 3-ാം ദിവസം പിൻവലിക്കേണ്ടി വന്നു. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. ഹണിമൂണിന് അളിയനെ കൊണ്ടുപോയി. ഹണിമൂണിന്റെ ഇടയിൽ തന്നെ അളിയൻ ആ ഹണിമൂൺ റദ്ദാക്കി തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് പോയി. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. അങ്ങനെ എത്രയോ ഉദാഹരണം. മുനമ്പം പ്രശ്നം 10 ദിവസം കൊണ്ട് പരിഹരിക്കും, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും. 10 മിനിറ്റ് പോയി 10 ദിവസം കഴിഞ്ഞപ്പോൾ 20 ദിവസം എത്തി. ഒരക്ഷരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരിയാടുന്നുണ്ടോ? ജൻസിയോട് പറഞ്ഞു മോഡിഫിക്കേഷൻ, ധൈര്യമായി മോഡിഫിക്കേഷൻ. ഇപ്പൊ എവിടെ പോയി ആ തീരുമാനം? മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കൽ, ആ അറ്റകുറ്റപ്പണി, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കും, ജനങ്ങൾ ചോദിക്കും എന്നതുകൊണ്ട് പഴയതെല്ലാം പിശകാണെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ ഇപ്പോൾ IAS തലപ്പത്തും IPS തലപ്പത്തും ഒക്കെ അഴിച്ചുപണി നടത്തേണ്ടതില്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചില അഴിച്ചുപണികൾ നടത്തുമ്പോൾ നിങ്ങൾ അവിടെ വിമർശനം ഉയർത്തുന്നു. അത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ചില IAS നേതാക്കന്മാരെ പുനരധിവസിപ്പിക്കുമ്പോൾ അത് സംഘപരിവാറിന്റെ താല്പര്യപ്രകാരമാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതെ, സിസ്റ്റം മാറുന്നുണ്ടല്ലോ. എങ്ങനെയാ സിസ്റ്റം മാറുന്നേ? മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ആകെ 30 പേരിൽ 19 സെനറ്റ് അംഗങ്ങളെയും RSS സംഘപരിവാർ നേതൃത്വത്തെ തിരികെ കയറ്റി സിസ്റ്റം മാറുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി കാവ്യവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ചർച്ച നടക്കുമ്പോൾ അശോകിനെ ആ സ്ഥാനത്തേക്ക് മാറ്റി സിസ്റ്റം മാറ്റുന്നുണ്ട്. അവരുടെ അസോസിയേഷന്റെ കത്ത് കിട്ടുമ്പോഴേക്കും അന്യാധീനമായി ഓൺലൈൻ സംവിധാനത്തിലൂടെ നടക്കുന്ന നിയമനങ്ങളെല്ലാം ഏകപക്ഷികമായി മാറ്റി ഇപ്പൊ കോടതി ഇടപെടുന്ന തരത്തിൽ സിസ്റ്റം മാറുന്നുണ്ട്. നമ്മൾ കാണുകയല്ലേ വളരെ ഏകപക്ഷികമായിട്ട് ഈ സിസ്റ്റം എങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥന്മാരെ മംഗലാപുരത്ത് പോയി കണ്ടത് തൊട്ട് ഇങ്ങ് തുടങ്ങി നിരവധി സിസ്റ്റം മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എല്ലാ വാതിലും അടയ്ക്കും, എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടും. കാരണം 20 ദിവസമായപ്പോഴേക്കും കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണെന്നല്ലേ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെ ഇടതുപക്ഷം ആനയിച്ചു കൊണ്ടുവന്ന നേതാവിന്റെ വ്യവസായിയുടെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് പോയി കണ്ടാലും എന്നാണ് ഞാൻ പറയുന്നത്. കണ്ടാലും തെറ്റില്ലല്ലോ. അല്ല, വിഴിഞ്ഞം പദ്ധതിക്ക് കല്ലിട്ടത് ഞങ്ങളാണ്, എഗ്രിമെന്റ് ഒപ്പിട്ടത് ഞങ്ങളാണ്. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ടത് കൊണ്ടാണല്ലോ ഈ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത്. ഞങ്ങൾ കല്ലിട്ടുകൊണ്ടതാണല്ലോ ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടതെന്ന് ഇതുവരെ മുദ്രാവാക്യം വിളിച്ച് പ്രചരണം നടത്തിയ കോൺഗ്രസ് ആണ് ഇപ്പൊ പറയുന്നത് അദാനിയെ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണെന്ന്. എന്നാൽ അവർ ആദ്യം പറയട്ടെ, വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കം എവിടെയാണ്? ഒപ്പിട്ടതാരാണ്? എഗ്രിമെന്റ് ഒപ്പിട്ടതാണ്. ഞങ്ങൾ ചെയ്തത് അന്നത്തെ ഗവൺമെന്റ് ഒപ്പിട്ട കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി. വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ആ കരാർ പൂർത്തീകരണം കേരളത്തിന്റെ ലക്ഷ്യമാണെന്നതുകൊണ്ട് അതിൽ ഡൈലൂട്ട് ചെയ്യാൻ, വെള്ളം ചേർക്കാൻ പോയില്ല എന്നത് മാത്രമാണ് ചെയ്തത്. ഇവിടെ പറഞ്ഞില്ലേ, കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ വന്ന് അങ്ങനെയൊക്കെ പ്രസംഗിച്ചതെന്ന്. ഇതേ രാഹുൽ ഗാന്ധിയല്ലേ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പറഞ്ഞത്?
CPM BJP ഡീലാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞു, ഞാനങ്ങ് പ്രസംഗിച്ചു എന്ന് പറഞ്ഞതിന്റെ വാർത്തകളടക്കം പുറത്തു വന്നില്ലേ? ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ നല്ല പ്രതീതികൾ ജനിപ്പിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി കുറെ ഇടപെടൽ ഇവിടെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി പല നുണപ്രചരണവും നടത്തി, ജനങ്ങളെ കബളിപ്പിച്ചു. ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇതാ KSRTC മുഴുവൻ വനിതകൾക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. മെയ് 15 ജൂൺ 15 ആയിക്കോട്ടെ. ഇപ്പൊ പറയുന്നു ഓർഡിനറി. ഇനി എത്ര ദിവസത്തേക്ക്, ഏത് ചാല്, ഏത് സമയം വരുമല്ലോ? എത്രയോ വലിയ നുണപ്രചരണമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയത്. ഈ 100 ദിവസത്തെ ഒരു പരീക്ഷണ ഓട്ടത്തിൽ മാത്രമാണ്, മറ്റു കാര്യങ്ങളിൽ അന്തിമ തീരുമാനം നാളെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണം. അല്ല, ആയിക്കോട്ടെ, ഏത് തരത്തിലും അവർ പ്രചരിപ്പിച്ചോട്ടെ. ഇപ്പോ ധവളപത്രം പുറത്തിറങ്ങിയപ്പോ വന്ന കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണോ നേരത്തെ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം 20 ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നതും, കോൺഗ്രസിന്റെ പ്രതീതിക്ക് ചാനൽ ചർച്ചയിൽ വന്ന് ഇത്രയധികം വേർപ്പ് ഒഴുക്കേണ്ടി വരുന്ന സാഹചര്യം വെറും 20 ദിവസത്തിനുള്ളിൽ വരേണ്ടി വരുന്നു എന്നുള്ളതും, ഭാവി എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്, ഈ ഭരണം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ എല്ലാ വിഭാഗം ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് ഇവർ പറഞ്ഞത് ഇവർക്ക് തന്നെ തിരുത്തി പറയേണ്ടി വരും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ആയാലും ശ്രീ VD സതീശനായാലും നേരത്തെ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് പൊതുസമൂഹ ത്തിന്റെ മുന്നിൽ തന്നെ അവർക്ക് തിരുത്തി പറയേണ്ട സാഹചര്യം അതിവിദൂരത്തല്ല. ഡിബേറ്റ് വിത്ത് മാധു സജി.